ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ആമസോൺ ഡെലിവറിയാണ്. വേറെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്, അത് കൂടാതെ ഒരു അഡീഷണൽ ഇൻകം മാത്രമാണ് ആമസോൺ ഡെലിവറി, ഊബർ അതൊക്കെ. അപ്പോൾ ആമസോൺ ഡെലിവറി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇന്നിപ്പോൾ ഞാൻ ഇറങ്ങി ബാഗൊക്കെ ലോഡ് ചെയ്ത് ഇറങ്ങി. ഇന്നിപ്പോൾ ഇത്രയും ബാഗുള്ളൂ, കുറച്ച് ബാഗും കുറച്ച് ഓവർഫ്ലോ ഉണ്ട്. എക്സ്ട്രാ വലിയ ബാഗുകളൊക്കെ, വലിയ ബോക്സുകളൊക്കെ ഈ ബാഗ് കയറില്ല, അപ്പം ഓവർഫ്ലോ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ലിസ്റ്റോവൽ ഏരിയയിൽ, ഒണ്ടാരിയോ പ്രൊവിൻസ്, കാനഡയിലെ ഒണ്ടാരിയോ പ്രൊവിൻസിൽ ലിസ്റ്റോവൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആമസോൺ വെയർഹൗസിൽ നിന്ന് ഏകദേശം 1 hour ട്രാവൽ ഉണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റോപ്പിലേക്ക്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ കാനഡയിലും കാക്കകളുണ്ട്, പക്ഷേ വളരെ കുറവാണ്. സാധാരണ കാക്കയല്ല ഇത് റേവൻ ആണ്. ഒരു പരുന്തിൻ്റെ ഒക്കെ അത്രയും വലിപ്പമുള്ള കാക്കകളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഫസ്റ്റ് സ്റ്റോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ വീടുകളിലും നല്ല കട്ട മഞ്ഞ് വീണിട്ടുണ്ട്. വീട്ടിലേക്കുള്ള ഡ്രൈവേ ഒക്കെ ഫുൾ കവേർഡായിരിക്കും സ്നോയിൽ. ഈ കൺട്രി സൈഡിലുള്ള വീടുകളൊന്നും അങ്ങനെ പെട്ടെന്ന് സ്നോ റിമൂവ് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ സിറ്റിയിലുള്ള വീടുകളൊക്കെ ആണെങ്കിൽ, ഫുട്പാത്ത് ഫ്രണ്ടിലുള്ള വീടുകളൊക്കെ ആണെങ്കിൽ സ്നോ പെട്ടെന്ന് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഫൈൻ കൊടുക്കേണ്ടി വരും. നമ്മുടെ നാട്ടിലുള്ള പോലെ ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ആമസോണൊക്കെ പോലെ നമ്മുടെ ഫോണിലേക്ക് വിളിച്ച് ഡയറക്റ്റ് ഹാൻഡ് ഓവർ ഒന്നും ചെയ്യുന്നില്ല. ഇവിടുത്തെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഫ്രണ്ട് ഡോറിൽ കൊണ്ട് നോക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, പോകുന്നു. അതിപ്പോൾ എന്ത് കണ്ടീഷനായാലും നമുക്ക് പാഴ്സൽ പ്ലേസ് ചെയ്യുന്നിടത്ത് സേഫ് അല്ലാന്ന് തോന്നിയാൽ മാത്രം കസ്റ്റമറെ നമ്മൾ ബെല്ലടിച്ച് വിളിച്ച് ഡയറക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ പ്ലേസ് ചെയ്തിട്ട് അടുത്ത സ്റ്റോപ്പിലേക്ക് പോവുകയാണ് ചെയ്യാറ്. ഫുൾ മഞ്ഞാണ് ഇവിടെയാണ് നമ്മുടെ ഫോണൊക്കെ വയ്ക്കുന്നത്. ഇതിനകത്താണ് നാവിഗേഷൻ ഒക്കെ നോക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട സ്നാക്സ്, ചായ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയാണെന്ന് കാണിക്കാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന നല്ല ഹൈറ്റുള്ള വണ്ടിയാണ്. ഫോർഡ് ട്രാൻസിറ്റ് 250 ആണെന്ന് തോന്നുന്നു. ഓൾ വീൽ ഡ്രൈവ് ആണ്. ഈ ബാഗ് നമ്മുടെ കഴിഞ്ഞതാണ്, ഫസ്റ്റ് ബാഗ്. ഇതൊക്കെ ആണ് ഓവർഫ്ലോ ബോക്സസ്. അടുത്ത നമ്മുടെ സെക്കൻഡ് ബാഗ് ഇതാണ്. പാഴ്സൽ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഗിലുള്ള പാഴ്സൽസ് എല്ലാം ഫ്രണ്ട് പാസഞ്ചർ സീറ്റിലും 2 സീറ്റിൻ്റെ നടുക്കായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെക്കാറ്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റോപ്പിൽ എത്തുമ്പോൾ ഈസി ആയിട്ട് പാഴ്സൽ ഒരു ബോക്സോ എൻവലപ്പോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തിട്ട് ഡെലിവറി ചെയ്യാൻ ഈസി ആയിരിക്കും. പിന്നെ സൈഡും വിൻഡോ മിററും ഒന്നും ബ്ലോക്ക് ആകാത്ത രീതിയിലാണ് വയ്ക്കാറുള്ളത്. കൺട്രി സൈഡിലുള്ള വീടുകളെല്ലാം ഒട്ടുമിക്ക എല്ലാം വലിയ വീടുകളായിരിക്കും, സ്വന്തമായിട്ട് ഫാമൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് സമ്മറിൽ മാത്രമേ കൃഷി എന്നുള്ള ആദായമൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇപ്പം ഇത് തന്നെ ഒരു വലിയ വീടാണ്. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട് ഐസ് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ടൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വീട്ടിലെ 2 പട്ടിയിൽ ഒരു പട്ടി ചെയിൻ പൊട്ടിച്ച് വണ്ടിയിലേക്കൊക്കെ ചാടി കയറി വന്നിരുന്നു. ഭാഗ്യത്തിന് പുറത്തിറങ്ങിയില്ല. കസ്റ്റമർ ഡയറക്റ്റ് വന്ന് പാഴ്സൽ റിസീവ് ചെയ്തായിരുന്നു. എന്നിട്ട് പുള്ളി വന്നിട്ട് ചെയിനൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു ഇതെങ്ങനെ പൊട്ടിച്ചു എന്നൊക്കെ.
ഒരു 5 മിനിറ്റ് നിർത്തിയിട്ടേക്കാണ്. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് ഒരു സിപ്പ് ചായ കുടിച്ചിട്ട് പോവാം. ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഞാൻ ചോറ് വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വിൻ്ററിൽ ലോങ് ഡ്രൈവേ ഉള്ളവർ 2 സൈഡിലും റിഫ്ലക്റ്റേഴ്സ് പിടിപ്പിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ പകൽ വന്നാലും വീട്ടിലേക്കുള്ള വഴി കണ്ടുപിടിക്കാൻ പറ്റില്ല.
ഗൈസ്, അപ്പോൾ ഇതാണ് കാനഡയിലെ ഒഫീഷ്യൽ ചായക്കട ടിം ഹോർട്ടൻസ്. ഒട്ടുമിക്ക എല്ലായിടത്തും ഉണ്ട് ചായ, ഡോനറ്റ്, കോഫി, എക്സ്പ്രസോ, സാൻഡ്വിച്ച്, റാപ്പ്, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമായിരുന്നു. അപ്പോൾ വാഷ്റൂമിൽ പോയി. പിന്നെ ഞാനൊരു മഫ്റ്റിൻ വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ ഇത് ഇനി തിന്നിട്ട് ബാക്കി പണി ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് സ്റ്റോപ്പ് എത്തി. ഇപ്പോൾ സമയം 6:15. വിൻ്റർ ആയതുകൊണ്ട് 4:30-5 മണിയാകുമ്പോഴേക്കും ഇരുട്ടായി തുടങ്ങും.